ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനുജാമു. നമുക്കിന്നൊരു ബ്രൗണി ഉണ്ടാക്കിയാലോ? ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഗൈസ്. ഇതാരും അനുകരിക്കണമെന്ന് ഞാൻ പറയില്ല. നല്ല ഡാർക്ക് ചോക്ലേറ്റ് ആയിരുന്നു ഗൈസ്. അത് അത്രയും വലിയൊരു മിഠായി എൻ്റെ കയ്യിലുണ്ടായിട്ട് തിന്നാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു എനിക്ക്. ആ ടൈം കൊണ്ട് അവളത് പീസാക്കി ഡബിൾ ബോയിലിങ്ങിന് വെച്ചു. അപ്പം കുറച്ചൊന്ന് ലൂസായി വരുമ്പോൾ ആ ഒരു ചോക്ലേറ്റ് അതിലോട്ട് ബട്ടർ ആഡ് ചെയ്തു. കറക്റ്റ് ക്വാണ്ടിറ്റി ഒന്നും എനിക്കറിയില്ല ഗൈസ്. എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒരളവും മെഷർമെൻറ്റും ഒന്നും ഇല്ലാണ്ടായിരുന്നു. ഇതിലോട്ട് നല്ലപോലെ സോഫ്റ്റായിട്ടുള്ള ഷുഗർ പൗഡർ ആയിരുന്നു ആഡ് ചെയ്യേണ്ടത്. പക്ഷേ ഞങ്ങൾ ആഡ് ചെയ്തത് ഷുഗർ പൗഡർ തന്നെയാണ്. പക്ഷെ അത്ര അങ്ങോട്ട് പൊടിഞ്ഞില്ല എന്ന് മാത്രം. ഇപ്പോഴാണ് ഞങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞത്. 8ൻ്റെ പണി കിട്ടി എന്നുള്ളത്. നല്ല നല്ല തിക്കായി സാധനം. പോരാത്തതിന് ഒട്ടും ഒരു സ്മൂത്തി ടെക്സ്ചർ അല്ല ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ എനിക്ക് എങ്ങനത്തതായാലും എനിക്ക് കുഴപ്പമില്ലല്ലോ എനിക്ക് തിന്നാനായിട്ട്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് എന്തായാലും കൈ വെച്ചതല്ലേ, എന്നാൽ പിന്നെ ഇത് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി ഇതേ 2 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് വാനില എസൻസ്, പിന്നെ മൈദ, അത് ഇതുപോലെ തന്നെ അരിച്ചിട്ടാണ് ഇട്ടത്. പിന്നെ ബേക്കിംഗ് പൗഡർ, ഇത് രണ്ടും കൂടി, ബേക്കിംഗ് സോഡ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് അതിലിട്ടെ. അതിലോട്ട് അപ്പം തന്നെ ധൃതി പിടിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ആ ചൂടുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ്ചർ ഞങ്ങൾ അതിലോട്ട് എടുത്ത് അങ്ങ് തട്ടി. അപ്പോഴാണ് ഞങ്ങൾ വീണ്ടും തിരിച്ചറിഞ്ഞത് 8ൻ്റെ അല്ല 16ൻ്റെ പണിയാണ് നമ്മൾക്ക് കിട്ടുന്നതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മുട്ടയിലോട്ട് അങ്ങനെ കുറച്ചും കൂടി ഇത് ഒഴിക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര തിക്കാവും. അപ്പോഴാണ് പിന്നെ ഒരു ഐഡിയ കിട്ടിയത്, പാലൊഴിച്ച് കുറച്ച് ലൂസാക്കി എടുക്കുക എന്നുള്ളത്. അങ്ങനെ കുറച്ച് പാലൊഴിച്ച് അങ്ങനെ എങ്ങനെയൊക്കെ ഞങ്ങൾ തട്ടിക്കുട്ടി ലാസ്റ്റ് ഇതേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിച്ചു. ലാസ്റ്റ് ഇതേ ഞങ്ങൾ ഒരു ബട്ടർ പേപ്പറാണ് ശരിക്കും പേപ്പർ ഉണ്ടായത്. ഞങ്ങൾ തന്നെ കുറച്ച് ബട്ടറൊക്കെ തേച്ച് ഞങ്ങൾ തന്നെ ബട്ടർ പേപ്പർ സെറ്റാക്കി ഗൈസ്. അങ്ങനെ ബട്ടർ പേപ്പറിലോട്ട് നമ്മുടെ മിക്സ്ചർ എടുത്ത് ഒഴിച്ചു. പിന്നെ അലങ്കാരപ്പണിക്കൊന്നും നമ്മളൊരു കുറവും വരുത്താൻ പാടില്ലല്ലോ, എങ്ങനെ അല്ലേ? അപ്പോൾ ദേ എൻ്റെ കോൺഫിഡൻസ് ലെവൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് ഞാൻ ഇന്ന് തല മറച്ച് വെക്കും എന്നുള്ളത്. പക്ഷേ ദൈവത്തിനറിയാമെന്ന് വെച്ചുകൊണ്ടാണ് ഞാനിത് സാധനം ഓവനിലോട്ട് വെക്കണത് എന്താവും എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു 20 സെക്കൻഡ് എങ്ങാണ്ട് കൊടുത്തേന്ന് തോന്നുന്നു. കറക്റ്റ് ടൈമിംഗ് ഒന്നും അറിയില്ല. ഇതിന് മുന്നേ പപ്സ് ഉണ്ടാക്കി ചീറ്റിപ്പോയൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ പപ്സ് കൊണ്ട് ഒരാൾ എറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ തലയ്ക്ക് എന്തെങ്കിലും പറ്റും. അതുകൊണ്ട് ഞാൻ ഓവൻ്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ പ്രതിഷ്ഠയിരുന്നു ഗൈസ്, എന്താണ് ഉണ്ടാവുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് സെറ്റായി ഗൈസ്. അങ്ങനെ സെറ്റായി എന്നുള്ള സന്തോഷത്തിൽ കുത്തി കുറച്ച് നേരം അങ്ങോട്ട് കുത്തി കളിച്ച്. അങ്ങനെയാണല്ലോ ഒരു പ്രൊഫഷണൽ കേക്കൊക്കെ ഉണ്ടാക്കുന്ന, ബ്രൗണിക്ക് ഉണ്ടാക്കുന്നവർ കുത്തി നോക്കണം നമ്മൾ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി ഒരു ഭംഗി, കുറച്ചും കൂടി ഒരു മനോഹരമാക്കാനായിട്ട് ഞാൻ കുറച്ച് ഷുഗർ ഒന്നിങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബാറ്റർ ഒഴിക്കാനുള്ള മിക്സ്ചർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സോ ഹാപ്പി. പിന്നെ ഈ ഒരു സാധനം വായിലോട്ട് വെച്ചപ്പോൾ എൻ്റെ ഗായ്സ് ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പാളിപ്പോയ പണി എന്തോ ഇങ്ങനെ ഒരു സക്സസ് ആയ പോലൊരു ഫീലായിരുന്നു ഗായ്സ്. നല്ല ടേസ്റ്റായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. സാധാരണ ബ്രൗണി കുറച്ചും കൂടി ഒന്നൊരു ചെറിയൊരു ഹാർഡ്നെസ് ഉണ്ടാവും എന്നാണല്ലോ. ഇതിൻ്റെ ചില പോർഷൻസിൽ കുറച്ച് ഹാർഡ്നെസ്സും മറ്റുള്ള പോർഷൻസ് അത്യാവശ്യം നല്ല ഒരു സോഫ്റ്റി ടെക്സ്ചർ ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ കഴിവ് അപാരം തന്നെ. ഇത്രയും ചീറ്റിപ്പോയൊരു പരിപാടി അവസാനം ഇത്ര സക്സസ് ആയി എന്നുള്ളതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്ത്. അത്യാവശ്യം നല്ലൊരു സെറ്റ് സാധനം തന്നെ പറയാം, സെറ്റ് ബ്രൗണി, ഒന്നും പറയാനില്ല ഗൈസ്. സോ ഇതാണ് ആ ഒരു ബ്രൗണിയുടെ ആ ഒരു ടെക്സ്ചർ. ഞാൻ ആ പിടിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും അത് എത്രത്തോളം ഒരു സോഫ്റ്റ്നെസ് ആണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ബ്രൗണിയുടെ ടേസ്റ്റ് തന്നെയായിരുന്നു, സോഫ്റ്റ്നെസ് കുറച്ച് കൂടുതൽ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ. അപ്പം ശരി ഗൈസ്, നിങ്ങൾ കിട്ടും, ഞാനിത് തിന്നു തീർക്കട്ടെ.